ആദ്യമായിട്ട് എന്താണ് നമ്മുടെ ഹാർട്ട് അഥവാ ഹൃദയം? ഹൃദയം പേശികളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുമാത്രമല്ല, ഹൃദയം ഒരു പമ്പാണ്. അത് 24 മണിക്കൂറും പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. പമ്പിങ് നടത്താൻ കാരണം തന്നെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന രക്തക്കുഴലിലൂടെ വരുന്ന രക്തം ഹൃദയത്തിൽ പോയി അവിടെ ഇരുന്ന് അത് ശുദ്ധീകരിച്ച് വീണ്ടും പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഹൃദയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേശികളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പോൾ ഹൃദയത്തിനും രക്തത്തിൻ്റെ ആവശ്യമുണ്ട്, ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഹൃദയത്തിന് ഓക്സിജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തടസ്സവും വരാൻ പാടില്ല. ഈ ഓക്സിജനാണ് ശരീരത്തിൽ മറ്റു ഭാഗങ്ങൾക്കെല്ലാം പോയി ആവശ്യമായ ഓക്സിജൻ അഥവാ പ്രാണവായു നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ഈ രക്തഓട്ടം ഈ പമ്പുകൾ വർക്ക് ചെയ്യാതെ നിലച്ച് പോകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്. ആ സമയത്ത് അസഹ്യമായ വിയർപ്പ്, കഴുത്ത് വേദന, തോളുവേദന, ഇടത്തെ കയ്യിൽ വേദന, കവിളുകളിൽ വേദന എന്നിങ്ങനെ പല സിംറ്റംസും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ട് ചേർക്കേണ്ട അത്യാവശ്യമുണ്ട്. അത് കൂടാതെ ഇത് ഗ്യാസിൻ്റെ ട്രബിൾ എന്ന് പറഞ്ഞുകൊണ്ട് പലരും ആദ്യം ഗ്യാസ് കുറച്ച് നേരം എന്തെങ്കിലും വീട്ടിലുള്ള ചികിത്സകൾ, ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരച്ച് കലക്കി കൊടുക്കാനും, അത് കൂടാതെ വേദന മാറാതെ അത് കൂടി വരുമ്പോഴാണ് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാകുന്നത്. ഈ വേദനകൾ തടയുവാൻ പല തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറച്ച് നിർത്തണം. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇതിൻ്റെ വേദനകൾ വരുമ്പോൾ വലുതായി അവരറിയത്തില്ല. BP വലിയ ഒരു ഘടകമാണ് ഹാർട്ട് അറ്റാക്കിന്. അത് സ്ഥിരമായിട്ട് അത് കൺട്രോൾ ചെയ്ത് നിർത്തണം. ഇതെല്ലാം ചെയ്താലും അതിന് പുറമെ നമ്മൾ ചെയ്യേണ്ടതായ ഹൃദയത്തിന് വേണ്ടാത്ത ചില ഭക്ഷണങ്ങൾ, അമിതമായിട്ട് കൊഴുപ്പ് ഹൃദയത്തിൽ അടയുന്നത് കൊണ്ടാണ് മിക്കവാറും ഈ കുഴലുകളിൽ അടപ്പുകൾ ഉണ്ടാകുന്നത്. ഈ അടപ്പ് വരാതിരിക്കാൻ ഫാറ്റി ഫുഡ് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം. ഓയിലി ഫുഡായിട്ട് പല തരം ഫുഡുകൾ നമ്മുടെ അടുക്കലുണ്ട്. അതുപോലെ തന്നെ റെഡ് മീറ്റ്, അമിതമായി മധുരം കഴിക്കുന്നത്, മദ്യപാനം, പുകവലി, ഇതെല്ലാം കഴിയുന്നതും നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഹാർട്ട് അറ്റാക്ക് വരാതെ ഇരിക്കും. പിന്നെ പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് പലരിലും അനുഭവപ്പെടുന്നത് കൊണ്ട് അത്തരം ആൾക്കാർ ഈ കാര്യങ്ങളിൽ, ഫുഡിൻ്റെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോട് ഇരിക്കേണ്ട അത്യാവശ്യമാണ്. ഹാർട്ട് അറ്റാക്കാണെന്നോ അല്ലെങ്കിൽ ഹാർട്ടിൽ എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ കഴുത്ത് വേദനയോ അമിതമായി വിയർപ്പോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കൂടുതൽ സമയം ആ പേഷ്യൻ്റ് വച്ചുകൊണ്ടിരിക്കരുത്. നേരെ ആശുപത്രിക്ക്, അതിന് സംവിധാനങ്ങളുള്ള ആശുപത്രികൾക്ക് കൊണ്ടുപോയി ECG മറ്റും പല പരിശോധനകൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹാർട്ട് ഡിസീസ് കാരണം, ഹാർട്ട് അറ്റാക്ക് കാരണം ഇന്ന് മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ക്രമാതീതമായി അമിതമായി വളരുന്നുണ്ട്. അത് തടയാൻ ഞാൻ നേരത്തെ പറഞ്ഞ
ഫാറ്റി ഫുഡ്, അതുപോലെ തന്നെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, മാംസം ചേർന്ന ബീഫ്, പിഗ്, കോഴിയിറച്ചി, അമിതമായി കഴിക്കുന്ന മീൻ, അതുപോലെ തന്നെ എണ്ണവർഗ്ഗങ്ങൾ, ഇതെല്ലാം പരമാവധി ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആയാൽ ഒരു പരിധിവരെ ഈ ഹാർട്ട് അറ്റാക്ക് നമുക്ക് തടയുവാൻ സാധിക്കും. വളരെ ജാഗ്രതയോടെ ഇരിക്കുക. കൂടെ ഉള്ളവർ ഇതുപോലെ സിംറ്റംസ്, വിയർപ്പും കഴുത്ത് വേദനയും താടിവെല്ല് വേദനയും ഇടത്തെ കൈ വേദനയും ഉണ്ടെങ്കിൽ എത്രയും വേഗം അവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്.